ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും നമ്മൾ കാണുന്നുണ്ട് സ്ക്രീനിന്റെ ഒരു വശത്ത്. തൃശ്ശൂരിലാണ് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം, യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെയും പ്രതിഷേധം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് BJPയുടെയും ലീഗിന്റെയും പ്രതിഷേധങ്ങളാണ്. ആരോഗ്യമന്ത്രിയുടെ രാജി തന്നെ ആവശ്യപ്പെടുന്നുണ്ട് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ. തിരുവനന്തപുരത്ത് തൈക്കാട് ഹൗസിന് മുമ്പിൽ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. BJP പ്രവർത്തകരെ പിരിച്ചുവിടാൻ അവർ ബാരിക്കേഡിന്റെ പരിസരത്ത് നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. വ്യാപകമായ പ്രതിഷേധം വിവിധ ഭാഗങ്ങളിൽ. തൃശ്ശൂരിൽ ലീഗിന്റെയും തിരുവനന്തപുരത്ത് BJPയുടെയും പ്രതിഷേധം. അമൽ പേനമ്പറമ്പിൽ തിരുവനന്തപുരത്തുണ്ട്. അമൽ, സംഘർഷഭരിതമായ സാഹചര്യമാണ്. ഇനിയും കൂടുതൽ പ്രതിഷേധങ്ങൾ ഇന്ന് മറ്റു പാർട്ടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങളോ മറ്റോ ഉണ്ടാകുമോ? ആരോഗ്യമന്ത്രി ജോർജ് ഇപ്പോൾ വീട്ടിലില്ല. രാവിലെ ചില യോഗങ്ങൾക്കായി വീണ ഇവിടുന്ന് പോയിരുന്നു. തൊട്ടപ്പുറയുള്ള തൈക്കാട് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ MPമാരുടെ യോഗം നടക്കുന്നുണ്ട്. MPമാരും മന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗം. ആ യോഗത്തിലാണ് മന്ത്രി ഉള്ളത്. അതിനുശേഷം മന്ത്രിക്ക് ഈ വഴി തന്നെയാണ് ഇവിടെ ഔദ്യോഗിക വസതിയിലേക്ക് കടന്നു വരേണ്ടത്. നിലവിൽ എന്തായാലും പ്രതിഷേധത്തിന്റെ വേലിയേറ്റം ആരംഭിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത്. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിന്റെയും എല്ലാം പ്രതിഷേധം കണ്ടു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ആദ്യ പ്രതിഷേധം എന്നുള്ള നിലയിൽ BJPയുടെ പ്രതിഷേധം ഇവിടേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ മഹിളാ മോർച്ചയുടെ പ്രതിഷേധം വരാനുണ്ട്, RYFിന്റെ പ്രതിഷേധം വരാനുണ്ട്, യൂത്ത് ലീഗിന്റെ പ്രതിഷേധമുണ്ട്. അത്തരത്തിലുള്ള നിരവധി പ്രതിഷേധങ്ങളാണ് ഇന്ന് മന്ത്രിയുടെ വീട്ടിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ മന്ത്രിയുണ്ട്. അവിടെ മന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്ന് മന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചില പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അവിടെയും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണുള്ളത്. ഇപ്പോൾ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് തൊട്ടടുത്തായി സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 4 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ബാരിക്കേഡ് തകർക്കുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെയെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ വരും സമയങ്ങളിലും ശക്തമായ പ്രതിഷേധം മന്ത്രിക്കെതിരെ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. കടുത്ത പ്രതിഷേധം, ജനകീയ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം തന്നെ തീരുമാനം. മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞൊന്നും പറ്റില്ല എന്നുള്ളതാണ് പ്രതിഷേധക്കാർ പറയുന്നത്. 5ാം വട്ടവും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. 5ാം വട്ടവും ജലപീരങ്കി പ്രയോഗിക്കുന്നു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. യുദ്ധസമാനമായ സാഹചര്യത്തിൽ മന്ത്രിയുടെ വീടിന് കാവലേർപ്പെടുത്തിയിരിക്കുകയാണ്. 4 പോലീസ് വാനുകളാണ് മന്ത്രിയുടെ വീടിന് മുന്നിലുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ളതിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിരിക്കുന്നത് മന്ത്രിയുടെ വീടിന് മുന്നിലാണ്. സമീപകാലത്ത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഈ സർക്കാരിന്റെ കാലത്ത് ഇത്രയധികം പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അതിനു മുൻപ് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം സെക്രട്ടേറിയറ്റ് പരിസരം കേന്ദ്രീകരിച്ചാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഇത് മന്ത്രിയുടെ രാജി എന്ന ഒറ്റ ആവശ്യത്തിലൂന്നി മന്ത്രിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് മന്ത്രിയുടെ വീട്ടിലേക്ക് തുടർച്ചയായ പ്രതിഷേധ പ്രകടനങ്ങളും മാർച്ചുകളും ഉണ്ടാവുകയാണ്. അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധം നമ്മൾ തൈക്കാട് ഗസ്റ്റ് ഹൗസിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് കൊടി കെട്ടിയ കമ്പുകളും മറ്റുമൊക്കെ വലിച്ചെറിയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബാരിക്കേഡ് ആദ്യം സ്ഥാപിച്ച രീതിയിലല്ല ഇപ്പോൾ ഉള്ളത്. പ്രവർത്തകർ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മറിയുന്ന തരത്തിലേക്ക് ആ ബാരിക്കേഡിന്റെ അവസ്ഥയും എത്തിയിട്ടുണ്ട്. പോലീസ് പരമാവധി പ്രവർത്തകരെ ഇവിടേക്ക് കടത്താതിരിക്കാനുള്ള പരമാവധി ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. നിലവിൽ എന്തായാലും ഒരു സംഘർഷഭരിതമായ സാഹചര്യം തന്നെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിന് മുന്നിലുണ്ട്. ദിവിഷ്.